സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നല്ല ഒരു അന്തരീക്ഷമാണ്. UDF-ഉം BJP-യും തമ്മിലുള്ള ബന്ധം ആരോപണമല്ല, യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് BJP അംഗമുണ്ടായത് കോൺഗ്രസ് സഹായത്തിലാണ്. VD സതീശൻ ഇന്നലെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ പ്രതികരിച്ചുകൂടാ. കാരണം നാളെ അദ്ദേഹം എന്താ പറയുന്നതെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അദ്ദേഹം ഒരു പരിഹാസ കഥാപാത്രമായി സ്വയം മാറിയിരിക്കുന്നു, ഞങ്ങളാരും മാറ്റിയതല്ല. ആ പാട്ട് കള്ളക്കഥ ഉണ്ടാക്കുന്ന പാരഡി ഏറ്റുപാടുന്ന നിലയിലേക്ക് സോണിയാഗാന്ധിയുടെ മകൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അധപ്പതിക്കുമ്പോൾ ഇതുപോലൊരു കുറ്റകൃത്യത്തിൽ സോണിയാഗാന്ധി വ്യക്തിപരമായി പങ്കെടുത്തു എന്ന് ഞങ്ങൾ ഇപ്പോൾ കരുതുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. MV രാഘവനോ ഗൗരിയമ്മയ്ക്കോ പാർട്ടിക്ക് ദോഷം വരുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ വിഷമങ്ങളുണ്ടായിരുന്നു അവർ പാർട്ടിയിൽ നിന്ന് പോയി. അവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്ന സഖാവ് പിണറായി വിജയൻ ഒഴിഞ്ഞിട്ടാണ് കൂത്തുപറമ്പിൽ സഖാവ് ശൈലജ സ്ഥാനാർത്ഥി. പാർട്ടിയുടെ നിലപാട് ജനറൽ സെക്രട്ടറി പറയുന്നതാണ്. ശ്രീ EMS നമ്പൂതിരിപ്പാടിന് ശേഷം CPM കേരള ഘടകത്തിൽ നിന്നും പാർട്ടി ജനറൽ സെക്രട്ടറിയായി വന്ന CPM-ൻ്റെ അമരക്കാരൻ ശ്രീ MA ബേബിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ MA ബേബി. അപ്പോൾ ആദ്യമേ തന്നെ പിറന്നാൾ ആശംസകൾ. ഇന്ന് ക്രിസ്തുദേവൻ്റെ ഉയിർപ്പ് തിരുനാൾ കൂടിയായ ഈസ്റ്റർ ദിനവുമാണ്. ഈ ദിനത്തിലാണ് അങ്ങയുടെ പിറന്നാൾ വരുന്നത്. അമ്മയുള്ള കാലത്തൊക്കെ പിറന്നാൾ ആഘോഷിക്കുമായിരുന്നോ? ഇപ്പോഴും ആഘോഷിക്കും? പിറന്നാളാഘോഷം അമ്മയുണ്ടായിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും മക്കളുടെ പിറന്നാൾ സന്തോഷത്തോടുകൂടി പായസമൊക്കെ വെച്ച് ആഘോഷിച്ചിട്ടുള്ള ഓർമ്മയുണ്ട്. അതിനുശേഷം വിദ്യാർത്ഥി ജീവിതകാലത്ത് SFI പ്രവർത്തകനായി മാറിയതിന് ശേഷം പലപ്പോഴും പിറന്നാൾ ദിവസം ഓർക്കാറില്ല, വീട്ടിൽ പോകാൻ പറ്റാറില്ല. അങ്ങനൊരു ഗ്യാപ്പുണ്ട്. വിവാഹശേഷം ബെറ്റിയാണ് ഈ പിറന്നാളെന്ന് പറയുന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് എനിക്ക് പല അസൗകര്യങ്ങളും ഇഷ്ടപ്പെടാത്ത സന്ദർഭങ്ങളും ഉണ്ടാക്കാറുള്ളത്. ഇന്നിപ്പോൾ നിങ്ങൾ ഇത് കണ്ടുപിടിച്ച് എനിക്കിവിടെ പൂക്കൾ തന്നു. എൻ്റെ ചില സുഹൃത്തുക്കൾ ഇത് മനസ്സിലാക്കി രാവിലെ തന്നെ വീട്ടിൽ കേക്കുമായിട്ട് വന്നു. അപ്പോൾ വന്നവരുടെ കൂട്ടത്തിലൊരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. അയാളെ കൊണ്ടാണ് ഞാൻ കേക്ക് മുറിപ്പിച്ചത്. ഇഷ്ടമില്ലാത്ത ചിലതിന് ഇതേപോലെ കൂട്ടി നിൽക്കേണ്ടി വരും. പിറന്നാളിന് അങ്ങനെ ഒരു കേക്കൊക്കെ മുറിക്കുക എന്ന് പറയുന്നത് ഞാനുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. അതേസമയം പേരക്കുട്ടികളുണ്ട്, അവരുടെ ജന്മദിനത്തിന് പറ്റുമെങ്കിൽ പോകും. അപ്പോൾ ജന്മദിനം എന്ന് പറയുന്നത് ചെറിയ തോതിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു നോക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. നാം ഈ ജീവിതം കൊണ്ട് എന്ത് ചെയ്തു എന്ന് അല്പനേരമെങ്കിലും ആലോചിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതിനപ്പുറം ജന്മദിനത്തിന് വലിയ പ്രാധാന്യമൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ഇപ്പോൾ ഈസ്റ്റർ ദിനമാണ് ഇന്ന്. സ്വാഭാവികമായിട്ടും പണ്ട് എനിക്ക് തോന്നുന്നു പള്ളിയിൽ പോവുകയും ആൾട്ടർ ബോയിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരിയല്ലേ? അത് ശരിയാണ്. അന്ന് അതിൽ നിന്നാണ് പിന്നെ അമ്മ തന്നെ, അമ്മയുടെ വിശ്വാസം ഉള്ളപ്പോൾ തന്നെ അമ്മയുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകാൻ അമ്മ തന്നെ കടം മേടിച്ച് പൈസ തരുന്ന കാര്യവും പണ്ട് പറഞ്ഞിട്ടുണ്ട്. ശരിയാണത്. ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് എനിക്ക് വലിയൊരു ജീവിത പാഠം തന്നത് അമ്മയാണ്. തനിക്ക് വിശ്വാസമില്ലാത്ത ഒരു കാര്യം തന്നെ തൻ്റെ മകനോ തൻ്റെ സുഹൃത്തോ മറിച്ചൊരു നിലപാടെടുക്കുമ്പം അതിനെയും ആദരിക്കേണ്ടതുണ്ട് എന്ന ഒരു തത്വം അമ്മയാണ് ജീവിതത്തിലൂടെ എനിക്ക് പറഞ്ഞു തന്നത്. ആ ഒരു സമീപന രീതി ഇന്ന് രാഷ്ട്രീയത്തിൽ പൊതുവെ അപൂർവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വേള കൂടിയാണെന്ന് പറയാതിരിക്കാൻ മാർഗമില്ല. ഇപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു താങ്കൾ ഒരു ഏതാനും 2-3 ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും പോയി കഴിഞ്ഞു. സജീവമായ പ്രചരണമാണ്. അങ്ങ് പാർട്ടി ജനറൽ സെക്രട്ടറിയായി വന്ന ശേഷം ഉള്ള ഒരു കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടിയാണ്. എന്താണ് ഒരു ഫീഡ്ബാക്ക്? ഏതാനും ജില്ലകൾ ഒഴികെ കാസർഗോഡ്, കണ്ണൂർ, വയനാട് തുടങ്ങി മലപ്പുറം, ഇന്നലെ കോട്ടയമായിരുന്നു, എറണാകുളത്ത് പോയി. പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നല്ല ഒരു അന്തരീക്ഷമാണ്. അതിന് കാരണം ജനങ്ങൾക്ക് സ്വന്തം ജീവിതം കൊണ്ട് തൊട്ടറിയാൻ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. 10 വർഷത്തെ LDF ഗവൺമെൻറ്, സഖാവ് പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവുമുള്ള നേതൃത്വം, ഇതെല്ലാം ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായൊരു അന്തരീക്ഷമുണ്ട്. അതിൽ ഒരു കാര്യം കൂടി മാത്രം ഞാൻ പറയാം. ഭാവി കേരളം ഏത് രൂപത്തിലാണ് വികസിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പ്ലാനിംഗ് ബോർഡിൻ്റെ ആഭിമുഖ്യത്തിലൊരു ചർച്ച നടക്കുകയുണ്ടായി. അതിൽ നോബൽ സമ്മാനിതനായ പ്രൊഫസർ അമർത്യ സെൻ ഓൺലൈനിൽ പങ്കെടുത്തിരുന്നു. റൊമില താപ്പർ
വിശ്വവിശ്രുതയായ ചരിത്രകാരിയാണ്, പണ്ഡിതയാണ്. ഇവർ അവരുടെ അവതരണത്തിൽ രണ്ടുപേരുമൂന്നിയ ഒരു പ്രത്യേക കാര്യമുണ്ട്. കേരളം വ്യത്യസ്ത മേഖലകളിൽ വളരെ വിജയം നേടിയതിനെക്കുറിച്ച് ഒരുപാട് സൂചികകളുണ്ട്. കേരളം 1-ാം സ്ഥാനത്താണ്. അങ്ങനെ സൂചികകൾ വരാത്തൊരു കാര്യം അവർ പറഞ്ഞു. അത് വർഗീയ കലഹങ്ങളില്ലാത്ത, രക്തച്ചൊരിച്ചിലുകൾ, വർഗീയ സംഘർഷത്തിന് തുറന്നുണ്ടാകാത്ത ഒരു സമാധാന ജീവിതം നയിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായൊരു സംസ്ഥാനമാണ് കേരളം. അത് കേരളത്തിൻ്റെ വലിയൊരു നേട്ടമാണ്. അതിൽ ഇടതുപക്ഷവും ഒരു പങ്ക്, നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പങ്ക് അതിനകത്തുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു പങ്കുമുണ്ട്. ഇതെല്ലാം തുടരേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മഹാഭൂരിപക്ഷം ജനങ്ങൾ, അവർക്ക് പല വിമർശനങ്ങളുണ്ടാകാം ഞങ്ങളെക്കുറിച്ച്. ആ വിമർശനങ്ങളൊക്കെ ഉള്ളപ്പോഴും തുടരേണ്ടത് ഇതുപോലുള്ള ജനക്ഷേമത്തിൽ, വികസനത്തിൽ, പശ്ചാത്തല സൗകര്യ വികസനത്തിൽ, സമാധാന ജീവിതം ഉറപ്പാക്കുന്നതിലൊക്കെ മാതൃകയായിട്ടുള്ള ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ പ്രതിബദ്ധതയോടുകൂടി ഇനി പ്രവർത്തിക്കണം. ഇത് ഇതേപടി തുടരണമെന്നല്ല. ഞങ്ങൾക്ക് ചില പിഴവുകൾ അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവാം, ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൂടി തിരുത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ പുതിയ ഒരു കേരളം സൃഷ്ടിക്കാൻ കഴിയും. ഇപ്പോൾ വർഗീയതയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം വലിയ വലിയ വിവാദങ്ങൾ വന്നിരുന്നു. ഇപ്പം CPM തന്നെ UDFൻ്റെ ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ബന്ധത്തെ അതിനിശ്ചിതമായി വിമർശിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് അടുത്ത് വന്ന ഘട്ടമായപ്പോഴത്തേക്കും CPM SDPIയുമായിട്ടുള്ള ബന്ധം വലിയ രീതിയിൽ വിമർശന വിധേയമായി. പക്ഷേ പാർട്ടി അത് നിഷേധിക്കുന്നുണ്ട്, ഞങ്ങൾ ആരോട് വോട്ട് ചോദിച്ചില്ല എന്ന് പറയുന്നത്. പക്ഷേ ഒരു ധാരണയുണ്ടെന്നുള്ള തോന്നൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഒരു പരിധി കടന്നിട്ട് അദ്ദേഹം പറഞ്ഞ അഭിമന്യുവിൻ്റെ അമ്മയോട് കാലിൽ പിടിച്ച് മാപ്പ് പറയണം എന്നും കഴിഞ്ഞ ദിവസം പറയുണ്ടായി. എന്തു പറയുന്നു? ഇതിനകത്തുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അവ്യക്തതകളൊന്നും തന്നെയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മുന്നണി എന്ന നിലയിൽ പ്രവർത്തിക്കുകയാണ്. ആ മുന്നണിയിലുള്ള രാഷ്ട്രീയ സംഘടനകളും പ്രസ്ഥാനങ്ങളും എല്ലാവർക്കും അറിയാവുന്ന LDFലെ ഘടക രാഷ്ട്രീയ പാർട്ടികളാണ്. അതിന് പുറത്തുള്ള ആരുമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അവരിൽ നിന്നെങ്കിലും സഹായം അഭ്യർത്ഥിച്ചിട്ടുമില്ല. SDPIയുമായി ബന്ധപ്പെടുത്തി CPIMനെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രീ VD സതീശൻ്റെ UDF, ഞാൻ കാസർഗോട്ട് ചെന്നപ്പോൾ കാസർഗോട്ടെ ഒരു മണ്ഡലത്തിലെ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചു എന്ന് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും ചെയ്തു. ഇതാണ് SDPIയുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിൽ വെളിപ്പെടുന്ന ഒരു കാര്യം. SDPI പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ മണ്ഡലത്തിലും ഒരു കാരണവശാലും ജയിക്കാൻ പാടില്ല എന്ന് SDPI ചിന്തിക്കുന്ന ചില സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ അവിടെ ഏറ്റവും സാധ്യതയുള്ളത് ആരാണോ അവർക്ക് വോട്ട് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു എന്നവർ പറഞ്ഞു. കേരളത്തിൽ ശക്തി പ്രാപിക്കപ്പെടരുത് എന്ന് അവർ വലിയ ഉറപ്പോടുകൂടി വീറോടുകൂടി പരിഗണിക്കുന്ന പാർട്ടി RSS എന്ന ഫാസിസ്റ്റ് സംഘടനയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന BJPയാണ്. ആ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ നിലപാടെടുക്കും എന്ന് SDPI പറയുമ്പോൾ അങ്ങനെ നിലപാടെടുക്കരുതെന്ന് പറഞ്ഞിട്ട് SDPIയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടേണ്ട ഒരു കാര്യം CPIMനില്ല. രണ്ട് തീവ്രവാദം ഒരുപോലെ വിമർശിക്കപ്പെടേണ്ടതല്ലേ? ഇപ്പോൾ RSSൻ്റെ തീവ്രവാദമാണെങ്കിലും ഇസ്ലാമിക തീവ്രവാദമാണെങ്കിലും വിമർശിക്കപ്പെടേണ്ടതാണ്. SDPIയെ പണ്ട് പാർട്ടി വിമർശിച്ചിട്ടുമുണ്ട്. അന്നേരം അത് വോട്ട് വേണ്ടാന്നിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ പറയാൻ പാടാണെങ്കിലും അവരുമായിട്ട് ഒരു ചങ്ങാത്തമില്ല. അവർ വോട്ട് ഒരു ആൾക്കാർക്കിടയിൽ സംശയം തോന്നാത്ത രീതിയിൽ അതിനൊരു കൃത്യമായ മറുപടി പാർട്ടിക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആൾക്കാർക്കിടയിൽ ഒരു സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല LDFൻ്റെ സമീപനത്തെക്കുറിച്ച്. LDF മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമി അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ വിപത്ത് മതരാഷ്ട്രവാദമാണ്. അതുന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ശ്രീ VD സതീശൻ്റെ മുന്നണിയിലെ ഒരു ഘടക പാർട്ടിയെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊരു മനസ്സാക്ഷി കുത്തുമില്ല. ജമാഅത്ത് ഇസ്ലാമിയായിട്ട് CPM ചങ്ങാത്തം ഉണ്ടാക്കിയിട്ടുണ്ട്. CPIM ഒരിക്കലും ചങ്ങാത്തം ഉണ്ടാക്കിയിട്ടില്ല. ചില തിരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞതുപോലെ അവർ അവരുടേതായ കാരണങ്ങളാൽ അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടാവാം. എന്നാൽ മതരാഷ്ട്രവാദം അത് ജമാഅത്ത് ഇസ്ലാമിയുടേതാണെങ്കിലും RSSൻ്റെതാണെങ്കിലും തുല്യശക്തിയോടുകൂടി CPIM വിമർശിക്കും. എന്നാൽ അനുവാദരഹിതമായ വിമർശനം ഞങ്ങൾ ഉന്നയിക്കത്തുമില്ല. എന്തുകൊണ്ടാണ്? അനുവാദരഹിതമായ വിമർശനം ഉന്നയിക്കാൻ പാടില്ലെന്ന് VD സതീശനൊക്കെ ഇപ്പോഴും നെഹ്റുവിയൻ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞത് ഭൂരിപക്ഷ മതത്തിൻ്റെ പേരിലുള്ള വർഗീയത ഏറ്റവും വലിയ ഭീഷണിയാണ്. കാരണം അത് ഫാസിസമായി മാറാം. ന്യൂനപക്ഷ വർഗീയത വളരെ തീവ്രവും അപകടകരവുമാണ്, രാജ്യത്ത് കാലുഷ്യമുണ്ടാക്കും. പക്ഷേ അതിനൊരിക്കലും ഫാസിസമായി വളരാൻ കഴിയില്ല. ഇതും നമ്മൾ കാണണം. അപ്പോൾ അതുകൊണ്ട് അളന്നു തൂക്കി സൂക്ഷ്മമായി തന്നെയാണ്
ഇതിനെല്ലാം കുറിച്ച് CPIM നിലപാടെടുക്കുന്നതും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമീപനം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ RSSൻ്റെ കാര്യം പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാക്കി UDF മാറ്റിയത് CPM-ഉം BJP-യും തമ്മിൽ ചില മണ്ഡലങ്ങളിൽ ഒരു അന്തർധാരയുണ്ട്, ഒരു ഡീലുണ്ടെന്നാണ്. അത് CPM ഡിനൈ ചെയ്യുന്നുണ്ടെങ്കിലും അവരത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. അതിന് ഉദാഹരണമായിട്ട് പാലക്കാട് പോലുള്ള ചില നിയമസഭാ മണ്ഡലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെ ദുർബലനായ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. എന്തു പറയുന്നു? CPIM-ഉം LDF-ഉം BJP-യുമായി ഡീലുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ആരോപണമാണ്. ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പരിശോധിക്കുക. ആ ആരോപണം ഞങ്ങൾ തള്ളിക്കളയുകയാണ്. എന്നാൽ UDF-ഉം BJP-യും തമ്മിലുള്ള ബന്ധം ആരോപണമല്ല, യാഥാർത്ഥ്യമാണ്. നമ്മളിപ്പം സംസാരിക്കുന്ന ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നേമത്ത് നിന്നാണല്ലോ ഒരു BJP അക്കൗണ്ട് അസംബ്ലിയിലുണ്ടായത്. കണക്ക് കൂട്ടി നോക്കാനറിയുന്ന ആർക്കും തൊട്ട് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ UDF-ന് കിട്ടിയ വോട്ട് RSSകാരനായ BJP സ്ഥാനാർത്ഥി നേമത്ത് നിന്ന് ജയിച്ചപ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് കിട്ടി കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും വോട്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് എന്നുള്ള കാര്യം ആർക്കും കണക്കൂട്ടി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പഴയ കഥയല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് LDF-ന് BJP-യുമായി ബന്ധമുണ്ടെന്നുള്ളത് ആരോപണമാണ്. എന്നാൽ ഇത് യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം എന്ന് പറയുമ്പം പഴയ കാര്യങ്ങളാണ്. പിന്നെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്താ ഉണ്ടായത്? തിരുവനന്തപുരം ജില്ലയിൽ LDF-ൻ്റെ നിയന്ത്രണത്തിലിരുന്ന കോർപ്പറേഷൻ BJP-ക്ക് പിടിക്കാൻ UDF സഹായിച്ചു എന്നത് കാര്യം വളരെ വ്യക്തമാണ്. അതുപോലെ കൊല്ലത്ത് LDF-ൻ്റെ കയ്യിലുള്ള കോർപ്പറേഷൻ UDF-ന് പിടിക്കാൻ അവിടെ BJP സഹായിച്ചു എന്നുള്ളതും വെച്ചുമാറ്റമാണ് രണ്ടിടത്തും. ഈ രണ്ടിടത്തും തിരുവനന്തപുരത്ത് UDF-ൻ്റെ കൗൺസിലർമാരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്, കൊല്ലത്ത് BJP-യുടെ കൗൺസിലർമാരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഏറ്റവും സമീപകാലത്ത് നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി യോജിച്ച് നിന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, തൃശ്ശൂരിലെ മറ്റത്തൂരിൽ BJP-യും കോൺഗ്രസും കൂടി ഒരുമിച്ച് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്തെ ഒരു പഞ്ചായത്തിൽ BJP-യുടെ ഘടക പാർട്ടിയായിട്ടുള്ള 2020-യും കോൺഗ്രസും കൂടി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോഴത്തെ യാഥാർത്ഥ്യമാണ് കോൺഗ്രസും UDF-ഉം BJP-യുമായിട്ടുള്ളത്. നിങ്ങളുടെ മുൻകാല മാധ്യമപ്രവർത്തകനായ ശ്രീ KP ഉണ്ണികൃഷ്ണൻ വടകരയിൽ നിന്ന് മത്സരിച്ചപ്പോൾ കോലി എന്ന് പറയുന്ന സംഭവം. അപ്പം EMS-നെതിരായിട്ട് ജനസംഘവുമായിട്ട് ചേർന്നിട്ടാണ് 60-ൽ കോൺഗ്രസ് മത്സരിച്ചത്. AKGക്കെതിരായിട്ട് ജനസംഘത്തിൻ്റെ TC ഗോവിന്ദനെ RSSൻ്റെ പാലക്കാട് കാര്യവാഹിനെയാണ് കോൺഗ്രസ്സുകാർ പിന്താങ്ങിയത്. ഈ ചരിത്രം മുഴുവൻ നമ്മുടെ മുമ്പിലുണ്ട്, വർത്തമാനകാല അനുഭവമുണ്ട്. ചരിത്രം എന്താണെങ്കിലും ഇപ്പം BJP-യുടെ തന്നെ ഒരു സ്ലോഗൻ കോൺഗ്രസ് മുക്ത് ഭാരതാണ്. ഇപ്പം കേരളത്തിൽ BJP-ക്ക് കോൺഗ്രസിനെ ഇനിയും വിജയിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. മറിച്ച് BJP വിചാരിച്ചാൽ കേരളത്തിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു അട്ടിമറി നടത്താൻ പറ്റും. അത് CPM-ന് സഹായകമാകുമെന്നാണ് കോൺഗ്രസിൻ്റെ അറിവ് എന്നൊക്കെ കോൺഗ്രസ്സിന് പറയാം. പക്ഷേ BJP-ക്ക് ലോക്സഭയിലേക്ക് ഒരു അംഗത്തെ ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ്സാണ് തൃശ്ശൂരിൽ. അവിടെ കോൺഗ്രസിൻ്റെ മറിച്ചും തിരിച്ചും പറയാം. പക്ഷേ ഞാൻ വസ്തുതാപരമായിട്ട് പറയാണ്, TN പ്രതാപൻ ജയിച്ച കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് തൃശ്ശൂർ. ആ സിറ്റിംഗ് സീറ്റ് BJP-ക്ക് പോയപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് എത്ര കുറഞ്ഞു? 85,000 വോട്ട് കുറഞ്ഞു. BJP സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം എത്രയാണ്? 75,000-ആണ്. ഗുണഘോഷത്തിൻ്റെ സാങ്കേതിക വിദ്യ മുഴുവൻ പഠിക്കേണ്ട ശ്രീ VD സതീശനും ശ്രീ രാഹുൽ ഗാന്ധിക്കും അക്കങ്ങൾ എഴുതി കൂട്ടാനും കുറയ്ക്കാനും അറിയാമെങ്കിൽ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് BJP അംഗമുണ്ടായത് കോൺഗ്രസ് സഹായത്തിലാണ്. കേരള നിയമസഭയിലേക്ക് BJP-യുടെ നിയമസഭാംഗം വന്നത് കോൺഗ്രസ് സഹായത്തോടു കൂടിയാണ്. ആ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. സഖാവ് ശിവൻകുട്ടി ജയിച്ചുകൊണ്ട് നേമത്ത് BJP-യുടെ അക്കൗണ്ട് പൂട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അക്കൗണ്ട് പൂട്ടിച്ച ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശരിപ്പെടുത്തണമെന്നാണ് അവർ ചിന്തിക്കുക. അത് അവർ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. മോഹൻ ഭഗത് വിജയദശമി പ്രസംഗത്തിൽ എന്താ പറഞ്ഞത്? മാർക്സിസ്റ്റുകാർ, കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലേക്ക് ഒതുങ്ങിയിട്ടുണ്ടാവും, പക്ഷേ അവരാണ് ഏറ്റവും വലിയ ആപത്ത്. ഇത് മനസ്സിലാക്കാൻ VD സതീശന് കഴിയാത്തതാണോ, അതോ ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പോയി നമസ്കരിച്ച് വിളക്ക് കൊളുത്തിയത് കൊണ്ടുള്ള ആ ഒരു RSS-ഉമായിട്ടുള്ള ഒരു അന്തർധാരയല്ലത്, മുഖ്യധാരയാണ്. അപ്പോൾ ഒരു ഡീലുണ്ട്. അത് UDF-ഉം BJP-യും തമ്മിലാണ്. ഇപ്പോൾ ഭരണ തുടർച്ചയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു 100 സീറ്റിന് മുകളിൽ വിജയിക്കും. VD സതീശൻ പറഞ്ഞു അധികാരം കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. VD സതീശൻ ഇന്നലെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ പ്രതികരിച്ചുകൂടാ. കാരണം നാളെ അദ്ദേഹം എന്താ പറയുന്നതെന്നും കൂടെ നോക്കിയിട്ടേ നമുക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. സ്ഥിരത പിന്നെ വയനാട്ടിൽ ദുരിതബാധിതർക്ക് ഞങ്ങൾ വീട് നിർമ്മിച്ചു തുടങ്ങിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു സന്ദർഭത്തിൽ അദ്ദേഹം വീടുകൾ നിർമ്മിച്ച് പൂർത്തിയാക്കി.
എന്നിട്ട് പറഞ്ഞ് ഇനിയിപ്പം LDFന് ഗവൺമെൻറ്റിന് വീട് നിർമ്മിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാര്യം ഞങ്ങളെല്ലാം വീട് നിർമ്മിച്ച് കഴിഞ്ഞു. നിങ്ങളെല്ലാം കേട്ടതാണത്. അപ്പോൾ VD സതീശൻ്റെ വാക്കുകൾ എനിക്ക് ദുഃഖമുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ ഒരിക്കലും പരിഹസിച്ച് ചിരിക്കാൻ ഇടവരുത്തുന്നതായിക്കൂടാ. പക്ഷേ അദ്ദേഹം ഒരു പരിഹാസ കഥാപാത്രമായി സ്വയം മാറിയിരിക്കുന്നു, ഞങ്ങളാരും മാറ്റിയതല്ല. അല്ല, അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം KPCC വീടിന് വേണ്ടി പിരിച്ച ഫണ്ടിൻ്റെ കണക്കുകൾ പുറത്തു വിട്ടിട്ടുണ്ട്. 5 കോടിയിലധികം രൂപ പിരിച്ചു കഴിഞ്ഞു. സർക്കാർ സ്ഥലം ഏറ്റെടുക്കാൻ തന്നെ, സർക്കാരിൻ്റെ വീടുകൾക്ക് സ്ഥലം ഏറ്റെടുക്കാൻ തന്നെ വൈകി, അങ്ങനെയുള്ള കുറേ ന്യായങ്ങൾ നിരത്തുന്നുണ്ട്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രചരണ വിഷയമായി വരുന്നത് സ്വർണ്ണക്കൊള്ളയാണ്. ഇപ്പോൾ ശബരിമലയിലെ സ്വർണം കട്ടു അത് LDFൻ്റെ ഭരണകാലത്താണെന്ന് പറയുന്നു, കോൺഗ്രസ് പറയുന്നു. കോൺഗ്രസും LDFും ചേർന്നാണ് കട്ടതെന്ന് BJP പറയുന്നു. പക്ഷേ CPMന് ഇതിൻ്റെ അകത്ത് പറ്റിയെന്ന് പറഞ്ഞാൽ CPMൻ്റെ കുറേ ജില്ലാതലത്തിലും ഒക്കെയുള്ള നേതാക്കൾ ഇതിൽ അറസ്റ്റിലായി, ജയിലിലായി. പിന്നീട് സ്വാഭാവികമായിട്ട് കുറ്റപത്രം വൈകിയപ്പോൾ അവരെല്ലാം പുറത്തു ഇറങ്ങി. പക്ഷേ ഇക്കാര്യത്തിലൊന്നും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ, പാർട്ടി നടപടി എടുത്തില്ല എന്നുള്ളൊരു ഒരു വിചാരം ജനങ്ങൾക്കിടയിലുണ്ട്, സാമാന്യ ജനങ്ങൾക്കിടയിലുണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യം, ഈ ശബരിമലയിലുണ്ടായ പ്രശ്നത്തിൽ ഓരോരുത്തരുടെയും പങ്ക് എത്രത്തോളമാണ് അത് വ്യക്തമാകുന്നത് അതിൻ്റെ ചാർജ് ഷീറ്റ് സമർപ്പിക്കുമ്പോഴാണ്. ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഇവരോട് വിശദീകരണം ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ കഴിയുള്ളൂ. സ്വാഭാവിക നീതി പാർട്ടിക്കുള്ളിലും സമൂഹത്തിലും നിലനിൽക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ളൊരു പാർട്ടിയാണ് CPIM. ഇപ്പോൾ അവർ ജയിലിൽ കിടക്കുമ്പോൾ പത്മകുമാറിനും മറ്റുമെതിരായിട്ട് അവരുടെ വിശദീകരണം അന്വേഷിക്കാനുള്ള അവസരമില്ല. പുറത്തിറങ്ങിയ ഉടനെ അവർക്ക് വിശദീകരണ നോട്ടീസ് കൊടുത്തു. അവരെ പാർട്ടിയിലെ എല്ലാ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫലത്തിൽ അവർ നടപടിക്ക് വിധേയരാണ്. പക്ഷേ ജയിലിൽ കിടക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് കേൾക്കാതെ, രണ്ടാമത് അവരുടെ പങ്ക് ആരോപിക്കപ്പെടുന്നത് പോലെ ഈ കുറ്റകൃത്യത്തിൽ അവർ നേരിട്ട് പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അതികഠിനമായ ശിക്ഷയാണ് അവർക്ക് കൊടുക്കേണ്ടത്. എന്നാൽ ഡിറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി സംഭവിക്കാം, ചുമതല നിർവഹിക്കുന്നതിലുള്ള വീഴ്ചയാവും, കൃത്യവിലോപം. അപ്പം അറിഞ്ഞിട്ട് തീരുമാനമെടുക്കാൻ ഒരു സാമാന്യ സമീപനം, സ്വാഭാവിക നീതി കൊടുക്കണമെന്നുള്ള സമീപനം, അത് മാത്രമേ LDFൻ്റെ ഭാഗത്ത്. പക്ഷേ അത് സാമാന്യ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല. കാരണം അത് SIT എന്നുള്ളതിന് ഹൈക്കോടതിയാണ് നിയോഗിച്ചതെങ്കിലും കേരള പോലീസാണ് ഇത് അന്വേഷിക്കുന്നത്. അവരന്വേഷിച്ച് എന്തെങ്കിലും തെറ്റുകൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ ജയിലിലേക്ക് അവരെ അടയ്ക്കുന്നത്. അല്ലാതെ വെറുതെ അവർ തെറ്റ് ചെയ്യാത്തവരാണോ ഇല്ലയോ എന്നുള്ള പിന്നീട് അന്വേഷണത്തിൽ തെളിയുമെന്ന് പറയുന്ന ഒരു വെറും വാദം മാത്രമാണ്. അതിൽ കൺവിൻസ് ചെയ്യാൻ CPMന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു വലിയ ആക്ഷേപമുണ്ട്. അല്ല, അക്കാര്യത്തിൽ അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞ ഉടനെ അവരോട് വിശദീകരണം ചോദിക്കുകയും അവരെ പാർട്ടിയുടെ എല്ലാ ഉത്തരവാദിത്വ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്തിരിക്കുകയാണ്. അവരിപ്പോൾ പാർട്ടിയിൽ ഫലത്തിലില്ല. അതിൽ വൈകിട്ടില്ല, അതിലൊരു വൈകലുണ്ടായിട്ടില്ല. ഇപ്പം അതേസമയം തന്നെ ഈ പോറ്റിയെ കയറ്റിയ എന്ന് പറഞ്ഞൊരു പാട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുടനീളം സംസ്ഥാനത്തുണ്ട്. അന്നേരം ആ ഒരു പോറ്റിയെ കയറ്റിയത് സഹാക്കളാണ് അയ്യപ്പ എന്നാണ് ഇവർ പാടുന്നത്. അന്നേരം കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ CM മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു ആ പോറ്റിയെ വീട്ടിൽ കയറ്റിയത് ആരാണെന്നുള്ളതോടെ ഒന്ന് അന്വേഷിക്കണമെന്ന്. ആ സമയത്താണ് കഴിഞ്ഞ ദിവസം താങ്കൾ പറയുന്നത് സോണിയാഗാന്ധിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലെന്ന്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അത് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദത്തെ ദുർബലപ്പെടുത്തില്ലേ? ഒരിക്കലുമല്ല. CPIM ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഏത് കാര്യത്തിലും അഭിപ്രായം പറയുന്ന ഒരു പാർട്ടിയാണ്. നരേന്ദ്രമോദിയെ രാഷ്ട്രീയമായി സൃഷ്ടിച്ച 2 പേരുണ്ട്, പ്രശാന്ത് കിഷോറും കനകൂലുവും. അപ്പം BJPയെയും നരേന്ദ്രമോദിയെയും സൃഷ്ടിച്ച 2 പേരിൽ ഒരാളായ കനകൂലുവിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് അദ്ദേഹം കൊടുക്കുന്ന ക്യാപ്സൂളുകളാണ് VD സതീശനും KC വേണുഗോപാലും മറ്റും ഉപയോഗിക്കുന്നത്. അതുതന്നെയാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോൾ ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. ആ നിലയിൽ ഈ ഒരു പാരഡി ഗാനമായി കേരള രാഷ്ട്രീയത്തെ മുഴുവൻ അധപ്പതിപ്പിച്ചത് UDF ആണ്. പാരഡി ഗാനമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു പ്രസ്ഥാനത്തെ കള്ളന്മാരാക്കി ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ ആഭാസത്തരമാണത്. കമ്മ്യൂണിസ്റ്റുകാർ കള്ളന്മാരാണോ, മോഷ്ടാക്കളാണോ? ഒന്നുമല്ലല്ലോ. അപ്പോൾ ഇവർ തെറ്റായ പ്രചാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി നടത്തുമ്പോഴാണ് ഈ ചിത്രങ്ങൾ വരുന്നത്. അത് ഒന്നിലധികം തവണ ഇംപ്രഗ്നബിൾ എന്ന് പറയാവുന്ന, അഭേദ്യമെന്ന് പറയുന്ന സുരക്ഷാ കവചത്തിനുള്ളിൽ കഴിയുന്ന ഇന്ത്യയിലെ ഒരു ഉന്നതയായ രാഷ്ട്രീയ നേതാവ്, അവരുടെ അടുത്ത് ഒരുമിച്ച് ആരൊക്കെയാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്? ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കുറ്റപത്രത്തിൽ വന്ന് കുറ്റവാളി സ്ഥാനത്ത് കുറ്റാരോപിതരായി നിൽക്കുന്ന 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രധാനികൾ, കർണാടകയിൽ നിന്നുള്ള ഈ ജുവലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധൻ, കേരളത്തിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ
ഇടതുപക്ഷവുമായി ബന്ധപ്പെടുത്തി ഇടതുപക്ഷത്തെ ആക്ഷേപിക്കാൻ ഉപയോഗിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിന്ന് ആ പോറ്റിയെയും കർണാടകക്കാരനായിട്ടുള്ള സ്വർണ്ണക്കച്ചവടക്കാരനെ ഈ സ്വർണം വാങ്ങി ഉപയോഗിച്ചു എന്ന് ആരോപിക്കപ്പെടുന്നവരാണ്. രണ്ട് ഭാഗത്തു നിന്ന് കുറ്റകൃത്യം ചെയ്തവർ ഒരു സ്ഥാനത്ത് വരുന്നു. അവരെത്തിയ ഒരു സ്ഥാനം ഏതാ? ഈ അഭേദ്യമായ സുരക്ഷാ കവചമുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ. അതൊരു തവണയാണോ? അല്ല. കൂടി നിൽക്കുന്ന ഒരു ചിത്രമാണോ? അല്ല. സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്ന ചിത്രമാണ്. അപ്പോൾ ഇതൊരു വലിയ ബന്ധമാണ് കാണിക്കുന്നത്. ആ ബന്ധമുണ്ടെങ്കിലും ഇതുപോലൊരു കുറ്റകൃത്യത്തിൽ സോണിയാഗാന്ധി വ്യക്തിപരമായി പങ്കെടുത്തു എന്ന് ഞങ്ങൾ ഇപ്പോൾ കരുതുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു അന്വേഷണം നടത്തി തെളിയേണ്ട ഒരു വിഷയമല്ലേ അത്? ഇപ്പോൾ സോണിയാഗാന്ധിക്ക് പങ്കുണ്ടെന്ന് കരുതുന്നില്ലെന്ന് പറയാനുള്ള ഉത്തരവാദിത്വ ബോധം CPIM-ൻ്റെ ഒരു ചുമതലയിരിക്കുന്ന എനിക്കുണ്ട്. മറിച്ച് കള്ളക്കഥയുണ്ടാക്കി CPM-ഉം സഖാക്കളും മോഷ്ടാക്കളാണെന്നുള്ള നിരുത്തരവാദപരമായ അപവാദ കഥ പ്രചരിപ്പിക്കുകയും ആ പാട്ട് രാഹുൽ ഗാന്ധി ഏറ്റുപാടുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ പാട്ട് കള്ളക്കഥ ഉണ്ടാക്കുന്ന പാരഡി ഏറ്റുപാടുന്ന നിലയിലേക്ക് സോണിയാഗാന്ധിയുടെ മകൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അധപ്പതിക്കുമ്പോൾ എൻ്റെ ചോദ്യം അത് തന്നെയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ CPM ഉയർത്തുന്ന ഒരു മറുവാദം, ഇത്രയും സുരക്ഷാ സന്നാഹങ്ങളുള്ള ഒരു വീട്ടിൽ ഈ പോറ്റി എങ്ങനെ കയറി? അന്നേരം അതിൽ സോണിയാഗാന്ധിക്ക് പങ്കുണ്ടെന്ന് നമ്മളാരും കരുതുന്നില്ലായിരിക്കാം, പക്ഷേ അതിലൊരു ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ. അതാണ് CPIM-ൻ്റെയും CPIM-ൻ്റെ പ്രവർത്തകരായ ഞങ്ങളുടെയും വ്യത്യാസം. കോൺഗ്രസിൽ നിന്ന് ഞങ്ങൾ വ്യത്യസ്തരാണ്. UDF-ൽ നിന്നും VD സതീശനിൽ നിന്നും രാഹുൽ ഗാന്ധിയിൽ നിന്നും ഞങ്ങൾ വ്യത്യസ്തരാണ്. സോണിയാഗാന്ധിയെ കുറ്റവാളിയുടെ സ്ഥാനത്ത് ഞങ്ങൾക്ക് നിർത്തണമെങ്കിൽ അതിന് തെളിവ് കിട്ടണം. ഇപ്പോൾ ആ തെളിവില്ലാത്തത് കൊണ്ട് സോണിയാഗാന്ധിക്ക് നേരെ ഞങ്ങൾ ഒരു ആരോപണവും ഉന്നയിക്കുന്നില്ല. പക്ഷേ ഈ കുറ്റവാളികൾ എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്ത് പോയി എന്നുള്ളത് കോൺഗ്രസ് നേതാക്കന്മാർ വിശദീകരിക്കണം. ഇതെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിയമസഭയിൽ സമയം അനുവദിക്കാമെന്ന് ഭരണപക്ഷം പറഞ്ഞത്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമെതിരായ ആരോപണം ഉന്നയിക്കുന്നതിനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഉന്നയിക്കാൻ ഗൗരവമുള്ള എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ നിയമസഭയുടെ വേദിയിൽ അവർക്ക് ഉന്നയിക്കാൻ അവസരം കൊടുത്തല്ലോ, അവിടെ രേഖയിൽ വരുമല്ലോ. അപ്പോൾ അവിടുന്ന് ഒളിച്ചോടിയവരാണ് യഥാർത്ഥത്തിൽ ശബരിമല ചർച്ചയിൽ നിന്ന് ഒളിച്ചോടിയവരാണ് ഇവരെന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന ആളുകൾക്കെല്ലാം ഇതിൽ വല്ല പങ്കുമുണ്ടോ ഉത്തരവാദിത്വമുണ്ടോ എന്നുള്ള സംശയം സ്വാഭാവികമായും ഉയർന്നു വരുന്നു. അപ്പോൾ സോണിയാഗാന്ധിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്? അല്ല, പാർട്ടിയുടെ നിലപാട് ജനറൽ സെക്രട്ടറി പറയുന്നതാണ്. അങ്ങനെയാണ്. പിന്നെ ആ നിലപാട് എന്താണ്? സോണിയാഗാന്ധിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയല്ല. ഇന്ന് സോണിയാഗാന്ധി ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയാനുള്ള തെളിവുകളൊന്നുമില്ല. സോണിയാഗാന്ധിക്ക് ഇതിനകത്ത് പങ്കില്ലെന്നുള്ളതും കോൺഗ്രസ്സിന് ഇതിന് പങ്കില്ല എന്നുള്ളതും തെളിയിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് നേതാക്കന്മാർക്കാണ്. ആരാണ്? UDF-ൻ്റെ കൺവീനർ അടൂർ പ്രകാശ്, സംഘടനാ സെക്രട്ടറി ആൻഡോ ആൻ്റണി, ഇങ്ങനെയുള്ളവരെല്ലാമാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാം വിശദീകരിക്കണം, അവർ വിശദീകരിക്കേണ്ട വിഷയമാണിത്. ഇപ്പോൾ CPM ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഭരണ തുടർച്ചയിലാണ്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. റോഡുകളാണെങ്കിലും ആശുപത്രികളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും പല മേഖലയിലായിട്ട് വികസനം വലിയ രീതിയിൽ നടന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിടുന്ന വലിയൊരു വെല്ലുവിളി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയായിരുന്നു. കാരണം പാർട്ടിയുടെ പ്രബലരായിട്ടുള്ള ചില നേതാക്കൾ, ഇപ്പം G. സുധാകരൻ, എനിക്ക് തോന്നുന്നു അങ്ങേക്കാട്ടി മുമ്പേ SFIയുടെ സംസ്ഥാന ഭാരവാഹിയായ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ആളാണ്, അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ്, ഒരു ക്ലീൻ ഇമേജുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു. അതുപോലെ തന്നെ TK ഗോവിന്ദൻ എന്ന് പറഞ്ഞ് കണ്ണൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, പിന്നെ ഒരു ഏരിയ സെക്രട്ടറി ആയിരുന്ന കുഞ്ഞികൃഷ്ണൻ, KTDCയുടെ ചെയർമാനായി പല ആരോപണങ്ങൾ നേരിട്ടെങ്കിലും KTDC ചെയർമാൻ സ്ഥാനം അദ്ദേഹത്തിന് ഈ ഒരു ടേം മുഴുവൻ തുടരാൻ പാർട്ടി അനുവദിച്ച ശ്രീ PK ശശി, ഇങ്ങനെയുള്ള ഒരുപാട് നേതാക്കൾ പാർട്ടി വിട്ടുപോകുന്നു. പാർട്ടിക്ക് അത് ദോഷം ചെയ്യില്ലേ? ചില സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള അവസരം പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി വിട്ടുപോകുന്നത് വളരെയധികം അപമാനകരമാണ് അവർക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം പാർട്ടി പ്രവർത്തനമാണ്. ഏറ്റവും പ്രധാനം പാർട്ടി പ്രവർത്തനമാണെന്ന് തെളിയിച്ചാലാണ് ഇപ്പോഴത്തെ സംസ്ഥാന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. മന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് പാർട്ടി സംഘടനാ രംഗത്തേക്ക് വരണം എന്ന നിർദ്ദേശം വന്നപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് പാർട്ടി സംഘടനാ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഈ പാർട്ടിയിൽ മന്ത്രിസ്ഥാനത്തെക്കാട്ടി വലുതല്ലേ പാർട്ടി സെക്രട്ടറി? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ പോയിന്റ് തന്നെയാണ് രാജേഷ് പറയുന്നത്. പാർട്ടിയാണ് ഈ പ്രസ്ഥാനത്തിന് പ്രധാനം. ആ പാർട്ടിയെ പൊതിച്ചുകൊണ്ടിരിക്കുന്നവർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്ഥാനാർത്ഥിയാകണം എന്ന ഇവരെല്ലാം UDF സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുകയാണ്.
CPM-ൻ്റെയോ ഇടതുപക്ഷനാധിപത്യ മുന്നണിയുടെ എന്തെങ്കിലും തെറ്റായ നിലപാടിൻ്റെ പേരിൽ അതിൽ വിയോജിച്ച് ഞാൻ UDF-ന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു, UDF ആണ് ശരി രാഷ്ട്രീയമായെന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് പറയല്ലേ ഇവർ. UDF-ൻ്റെ അടുത്ത് നിന്ന് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി അപേക്ഷയായിട്ട് പോവുകയാണ്. അപ്പോൾ ഇടതുപക്ഷനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവർ LDF തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേവലം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണോ G. സുധാകരനെ പോലുള്ള ഒരു നേതാവ് പാർട്ടി വിട്ടു പോയത്? അതോ അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നേരിട്ട ഒരു അവഗണനയുടെ ഒരു അതിലുള്ളൊരു രോഷം കൂടിയില്ലേ? അല്ല, അത് വളരെ ലളിതമായി ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം, അങ്ങനെ ഏത് വിഷയം ഉണ്ടെങ്കിലും ചർച്ച ചെയ്യാനുള്ള പാർട്ടിയാണല്ലോ ഈ CPIM. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ടല്ലോ. പിണറായി വിജയൻ അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഫോൺ എടുക്കാത്തതാണെന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ചർച്ച വിധേയമാകുന്ന ഈ വ്യക്തികൾ, അവരെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു അംഗത്തിന് ഏറ്റവും വലിയ കാര്യം കമ്മ്യൂണിസ്റ്റുകാരനായ ജീവിതം മുഴുവൻ തുടരുക, പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് എതിർപ്പാളയത്തിലേക്ക് പോവുക, അതെല്ലാം അതിനെ രാഷ്ട്രീയമായി എത്ര വലിയ ഒരു ഹീനമായ പ്രവർത്തനമായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ കാണേണ്ടി വരിക. പക്ഷേ അതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടാണ്, സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ പാർട്ടിയിലെ അണികൾ അല്ലെ പാർട്ടി സഹയാത്രികർ വലിയൊരു പങ്കും വിശ്വസിക്കുന്നുണ്ട്. ബേബി സഖാവ്, അങ്ങനെയാണല്ലോ അങ്ങേ കേരളത്തിലെ പാർട്ടിക്കാർ വിശേഷിപ്പിക്കുന്നത്. ബേബി സഖാവ് ഇതിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ G. സുധാകരനൊന്നും പാർട്ടി വിട്ട് പോകില്ലായിരുന്നു. അങ്ങനെ ഒരു ഇടപെടൽ പാർട്ടി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ താങ്കൾ ഇടപെട്ടില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു തീവ്ര ശ്രമം നടത്തിയില്ല എന്ന് ഒരു ആക്ഷേപമുണ്ട്. അല്ല, അതിൽ ഇപ്പം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടപെട്ട് ഇവരെല്ലാം പാർട്ടിയിൽ തന്നെ ഉറപ്പിച്ച് നിർത്തണമായിരുന്നു എന്നെല്ലാമുള്ള തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ടാവാം. ചിലർ എന്നോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇവർ പാർട്ടിയിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ കാര്യത്തിൽ ഒരു ഡെഫിസിറ്റും ഒരു കമ്മിയും ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നാണ്. അതിൽ എൻ്റെ ഭാഗത്ത് നിന്നടക്കം യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ ഒരു വിട്ടുപോകൽ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ഒരാളും പാർട്ടി വിട്ടുപോകാതിരിക്കുകയാണ് വേണ്ടത്. ഒരാൾ വിട്ടുപോകാതെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം പാർട്ടി അമ്മയാണെന്ന് പറയുകയാണെങ്കിൽ അവർ മക്കൾ പാർട്ടി വിട്ട് പോകാൻ ഇടയാക്കാതിരിക്കേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കില്ലേ? ഞാൻ ഈ പാർട്ടിയിൽ ഗൗരവമുള്ള പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ കണ്ട് നോക്കി മനസ്സിലാക്കാൻ എനിക്ക് അവസരം കിട്ടുന്നത് MV രാഘവൻ പ്രശ്നമുള്ളപ്പോഴാണ്. അപ്പോഴാണ് ഞാൻ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് വരുന്നത്. EMS-ഉം സുർജിത്തും BTR-ഉം ഒക്കെ പങ്കെടുത്തുകൊണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി കൂട്ടിയത് ഓർമ്മയുണ്ട്. ഞാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ MVR പാർട്ടി വിട്ടു പോകരുത്, AP വർക്കിയെ പോലുള്ളവർ പറഞ്ഞത് ഞാനിപ്പോൾ വെളിപ്പെടുത്തുകയാണ്, എനിക്ക് ഓർമ്മ വരികയാണ്. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എറണാകുളം ജില്ല പാർട്ടിയുടെ ഭാഗമായി നിന്നിട്ട് തെറ്റിതിരുത്തി ഈ പാർട്ടിയുടെ നേതാവായി MV രാഘവൻ തിരിച്ചു വരണം എന്ന് അഭ്യർത്ഥിച്ചതാണ്. അത് കേൾക്കാറാണ് MV രാഘവൻ പോയത്. ഗൗരിയമ്മ പ്രശ്നം പാർട്ടി അഭിമുഖീകരിക്കുമ്പം പാർട്ടിയിലുണ്ടായിരുന്ന ആളാണ് ഞാൻ. അന്ന് ഗൗരിയമ്മയെ കണ്ട് പലതവണ സംസാരിക്കാൻ ഞാൻ തന്നെ വ്യക്തിപരമായി തയ്യാറായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ പാർട്ടിയിൽ നടപടി ഉണ്ടാകുക EMS പറഞ്ഞിട്ടുണ്ട്. ഈ പാർട്ടിയിൽ നടപടിക്ക് വിധേയരാകാത്തവരായിട്ട് ആരുമില്ല. VS-ഉം പിണറായി വിജയനും നടപടിക്ക് വിധേയരായിട്ടില്ലേ? BTR നടപടിക്ക് വിധേയരായിട്ടില്ലേ? ഞാൻ നടപടിക്ക് വിധേയനായിട്ടുണ്ടല്ലോ. പാർട്ടിയിലെ നടപടി അംഗീകരിച്ച് പാർട്ടിയുടെ ഭാഗമായി തെറ്റിതിരുത്തുകയും പാർട്ടി പ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് വല്ല പരാതിയുണ്ടെങ്കിൽ എൻ്റെ ഘടകത്തിൽ ഉന്നയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പാർട്ടിയുടെ സ്വഭാവം. MV രാഘവനോ ഗൗരിയമ്മയ്ക്കോ പാർട്ടിക്ക് ദോഷം വരുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ വിഷമങ്ങളുണ്ടായിരുന്നു അവർ പാർട്ടിയിൽ നിന്ന് പോയപ്പോൾ. അതിനേക്കാളും വലിയ പ്രശ്നമൊന്നും ഇന്നത്തെ ഏതാനും പേർ ഈ പാർട്ടിയിൽ നിന്ന് മാറി UDF-ൻ്റെ ഭാഗമായി നിന്നതുകൊണ്ട് പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഈ പാർട്ടി വിട്ടു പോകുന്നവർ ഉടൻ തന്നെ അടുത്ത നിമിഷം തന്നെ വർഗവഞ്ചകരാകുന്നു. അവർ പാർട്ടിക്ക് വേണ്ടി ഇത്രയും നാൾ ചെയ്ത സേവനം ചവറ്റുകുട്ടയിൽ പോകുന്നു. അതൊക്കെ ശരിയാണ്? അല്ല, താൻ പ്രവർത്തിച്ച പാർട്ടിയെ ഉപേക്ഷിച്ച് ഈ പാർട്ടിയാണല്ലോ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഇപ്പോൾ തൊഴിലാളികളെ ദ്രോഹിക്കാനുള്ള ലേബർ കോഡ്. അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. അപ്പം ഈ മുൻകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവരെല്ലാം UDF-ലേക്ക് പോയപ്പോൾ അവർ ഓർക്കണം, തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിൽ സിദ്ധരാമയ്യ കോൺഗ്രസ് പാർട്ടി ലേബർ കോഡ് നടപ്പാക്കാൻ നടപടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങളെ ഉപേക്ഷിച്ച് അതിനെ വഞ്ചിച്ച് പോകുകയാണെന്നുള്ളതിന് വല്ല വ്യത്യസ്തതയുണ്ടോ അതിനകത്ത്? ഈ പാർട്ടി എന്ന് പറയുന്ന അതാത് കാലങ്ങളിൽ പാർട്ടി നേതൃത്വത്തിലിരിക്കുന്ന നേതാക്കളല്ലേ, അവരുടെ വീക്ഷണവുമല്ലേ? അല്ല, അതിനപ്പുറമുള്ള CPIM-ൻ്റെ പാർട്ടി രേഖകൾ തയ്യാറാക്കുന്നത്
പാർട്ടിയിൽ ഉടനീളം ചർച്ച ചെയ്തിട്ടാണ്. പാർട്ടിയിലെ ഏതംഗത്തിനും പാർട്ടിയുടെ അടിസ്ഥാന രേഖകളെ സംബന്ധിച്ച് അത് കരട് രേഖയായി പാർട്ടിയിൽ വിതരണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ട്, 2 മാസമുണ്ട്. അപ്പം രാജ്യാംഗങ്ങൾ വരെ അയച്ചിരുന്ന ഭേദഗതികളിൽ നിന്നും സ്വീകാര്യമായവ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ രാഷ്ട്രീയ രേഖകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ മുഴുവൻ അംഗങ്ങളുടേതുമാണ്. മറ്റു പാർട്ടികളിൽ നിന്നുള്ള വ്യത്യാസം അതാണ്. കോൺഗ്രസ്സോ ഹൈക്കമാൻഡ്, ആ ഹൈക്കമാൻഡ് ഏതാണെന്ന് ആർക്കും പറഞ്ഞുകൂടാ. സോണിയാഗാന്ധി നയിക്കുന്നവരുടെ തന്നെയാണ്. ഇപ്പോൾ പാർട്ടി ഈ പ്രോസസ്സിലൂടെയാണ് ഇതെല്ലാം തയ്യാറാക്കുന്നതെങ്കിലും കാലാകാലങ്ങളിൽ പാർട്ടി നയിക്കുന്നവർ തന്നെയാണ് പാർട്ടി. പാർട്ടി എന്ന് പറയുന്നത് സാധാരണ അംഗങ്ങൾ മുതൽ കേന്ദ്ര കമ്മിറ്റി വരെയുള്ളതാണ്. പാർട്ടി കോൺഗ്രസ്സുകൾക്കിടയ്ക്ക് കേന്ദ്ര കമ്മിറ്റിയാണ് പാർട്ടിയുടെ അത്യുന്നതമായ സമിതി. ഇതെല്ലാം പാർട്ടി ഭരണഘടനയിലുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് തന്നെയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രചരണത്തിനിടയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വരേണ്ടതാണെന്ന് അഭിപ്രായം പറഞ്ഞു. CPM അതിനുള്ള അവസരങ്ങൾ ഒന്നിലധികം തവണ കളയുകയും പുതിയൊരവസരത്തിന് വേണ്ടി ഒരു ശ്രമം നടത്താതിരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് പറയും? CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം ഏറ്റവും ഗൗരവത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട് നിൽക്കുന്നവരെ അവസരം കൊടുത്ത് പരിശീലനം കൊടുത്ത് ഉചിതമായ ഉത്തരവാദിത്വ ചുമതലകളിലേക്ക് അവരെ ഉയർത്തി സാമൂഹികമായി നിൽക്കുന്ന സ്വത്വപരമായി നിൽക്കുന്ന അസമത്വങ്ങൾ അവസാനിപ്പിക്കുക, അതിനുവേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അതിൽ സ്ത്രീ തുല്യത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലൊക്കെ പെട്ടവർ അരികുവൽക്കരിക്കപ്പെടുന്നു, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ അരികുവൽക്കരിക്കപ്പെടുന്നു. അതിന് അന്ത്യം കുറിക്കണമെന്നുള്ളതും പാർട്ടിയുടെ കാഴ്ചപ്പാടാണ്. ഇത് പൊടുന്നനവെ ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ രാഷ്ട്രപതിയായിട്ട് ഒരു വനിതയെ ഒരിടത്തുനിന്ന് കണ്ടുപിടിച്ച് നല്ല കാര്യമല്ലേ അത്? രീതിയാണ് അങ്ങനെ പ്രതീകാത്മകമായി ചിലത് ചെയ്യൽ പ്രശ്നം പരിഹരിക്കുകയില്ല എന്നുള്ളത്. പക്ഷേ പ്രതീകാത്മകമല്ലായിരുന്നു. KR ഗൗരിയമ്മയെ പോലെ ഒരു ശക്തിയായ നേതാവ് ഇവിടെ വന്ന് അവർക്ക് അവസരം കിട്ടുമെന്ന് ജനം പ്രതീക്ഷിച്ച് പാർട്ടി നടപ്പിലാക്കിയില്ല. സുശീല ഗോപാലൻ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ആവുമെന്ന് ഒരു സ്ഥിതിയിലേക്ക് വന്നു. പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയെ തുടർന്നുണ്ടായ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടുപോയി. ഇപ്പോൾ ശ്രീ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി അന്നേരം ഒരു അവസരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ. പുരുഷ കേന്ദ്രീകൃതമാണോ പാർട്ടി? നമ്മൾ ജീവിക്കുന്ന ലോകം പുരുഷ കേന്ദ്രീകൃതമാണ്. നമ്മുടെ രാജ്യവും കേരളവും പുരുഷ കേന്ദ്രീകൃതമാണ്. ആ പുരുഷ കേന്ദ്രീകൃതമായ ലോകത്തിൽ സ്ത്രീ തുല്യതയ്ക്ക് വേണ്ടി പൊരുതുന്ന പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ലോകത്ത് സ്ത്രീകൾക്ക് വോട്ടവകാശം ആദ്യം കൊടുത്തത് ഒരു പ്രധാനപ്പെട്ട രാജ്യം റഷ്യയിലെ വിപ്ലവ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിനുശേഷമാണ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ഗ്രീസിലും ഇറ്റലിയിലും ജപ്പാനിലും എടുത്തു പറയാവുന്ന ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും സ്ത്രീകൾ വോട്ടവകാശം നേടുന്നതിലേക്ക് എത്തിയത് വിപ്ലവ റഷ്യയിൽ ബോൾഷെവിക് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സമരത്തെ തുടർന്ന് അവിടെ സ്ത്രീകൾക്ക് വോട്ടവകാശം 1917 കിട്ടിയതിന് ശേഷമാണ്. ഇതാണ് നമ്മുടെ രാജ്യത്തെ സ്ഥിതി. ഇപ്പോൾ കേരളത്തിലെ കാര്യത്തിലേക്ക് പെട്ടെന്ന് വരാം. കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കാൻ കഴിയുമായിരുന്ന ഇന്ന ആളുകളുണ്ട് എന്ന് രാജേഷ് പറഞ്ഞു. അതെല്ലാം CPIഎമ്മിലെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെയോ നേതാക്കന്മാരാണ്. എന്തുകൊണ്ട് കോൺഗ്രസിൽപ്പെട്ട മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുണ്ടായിരുന്ന ചിലരുണ്ട് എന്ന് പറയാൻ കഴിയുന്നില്ല? അല്ല, ചോദിക്കുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറിയോടാണ്. അതെ, അല്ല, ഈ ചോദ്യം അവരോട് ചോദിക്കുമ്പോൾ ചോദിക്കും. ആരാ ചോദിക്കാനുള്ളത്? അതാണ് പ്രശ്നം, അതാണ് എൻ്റെ പോയിന്റ്. പക്ഷേ അപ്പോൾ സ്ത്രീകളെ ഞാൻ ചെയ്യാവുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അതാണ് പ്രശ്നം. സ്ത്രീകളെ രാഷ്ട്രീയ നേതൃത്വ രംഗത്ത് കാണപ്പെടുന്നവരാക്കി വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പക്ഷേ അവസരം ഈ ഓരോ തവണ വരുമ്പോഴും കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് അത് രാഷ്ട്രീയവും സംഘടനാപരവുമായ നേതൃത്വപരമായ ഉത്തരവാദിത്വമാണ് മുഖ്യമന്ത്രി നിർവഹിക്കാനുള്ളത്. അപ്പം ആ നിലയിലേക്ക് വനിതകളെ വളർത്തിക്കൊണ്ടുവരുവാൻ ബോധപൂർവം CPIഎം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് CPIഎം ഇക്കാര്യത്തിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കും. അത് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് പാർട്ടി സെക്രട്ടറിയായിട്ടൊരു സ്ത്രീയെ കൊണ്ടുവന്നോ മുഖ്യമന്ത്രിയായിട്ടൊരു സ്ത്രീയെ കൊണ്ടുവന്നു എന്ന അർത്ഥത്തിലല്ല. സഖാവ് ഗൗരിയമ്മയ്ക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ ഉള്ള ഉത്തരവാദിത്വമേ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ കേന്ദ്ര കോട്ടയിൽ സഖാവ് ശ്രീമതി ടീച്ചറുണ്ട്, ശൈലജ ടീച്ചറുണ്ട്, P സതീദേവിയുണ്ട്, സാലിഹയുണ്ട്, CS സുജാതയുണ്ട്. PBയിലെ കാര്യമില്ലല്ലോ. PBയിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആരുമില്ല. അതുപോലെ മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLAമാർക്ക് ജയസാധ്യത നോക്കി വീണ്ടും മത്സരിക്കാൻ ഇളവ് കൊടുത്തു. പക്ഷേ മട്ടന്നൂരിൽ നിന്ന് മാത്രം ശൈലജ ടീച്ചറെ മാറ്റി പേരാവൂരിലേക്ക് മാറ്റി.
അല്ല അത് പിന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണെന്നൊക്കെ വാദം പറയുന്നു. അല്ല, അതിൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇവിടെയൊന്നും സഖാവ് ഇടപെട്ടില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ നേരത്തെ ചോദ്യത്തിൻ്റെ തുടർച്ച. ഓരോരുത്തരും ഓരോ കാര്യത്തിലും അവരവരുടെ ഘടകത്തിൽ ഇടപെടും. അത് ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. സഖാവ് ശൈലജ ടീച്ചർ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രായമൊക്കെ തന്നെ നേടി വരുന്ന ഘട്ടത്തിൽ കൂത്തുപറമ്പിൽ നിന്നും സഖാവ് ശൈലജ ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കി. അവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്ന സഖാവ് പിണറായി വിജയൻ ഒഴിഞ്ഞിട്ടാണ് കൂത്തുപറമ്പിൽ സഖാവ് ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പോൾ അതാണ് പാർട്ടിയുടെ ഒരു സമീപനം. ഇപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഉറപ്പായി ജയിക്കാൻ കഴിയുന്ന ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മറ്റ് മാനദണ്ഡങ്ങൾ മാറ്റിയിട്ട് പുതിയ സ്ഥാനാർത്ഥികളെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അവിടെ നിന്ന് മത്സരിക്കുന്നത്. അങ്ങനെ മത്സരിക്കുകയും മറ്റു സീറ്റുകളിൽ ആ സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള സാധ്യത നോക്കുകയും വേണം. ഞാൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായിരിക്കുമ്പോഴാണ് ഒരു തെരഞ്ഞെടുപ്പ് സമരരംഗത്തേക്ക് വരുന്നത്. ഞാൻ എവിടെയാണ് മത്സരിച്ചത്? അന്നത്തെ UDF ഗവൺമെൻറ്റിലെ സിറ്റിംഗ് മന്ത്രി കടവൂർ ശിവദാസൻ മത്സരിച്ച UDFിൻ്റെ കയ്യിലിരിക്കുന്ന സീറ്റിലാണ് ഞാൻ മത്സരിച്ചത്. അന്നാരും പറഞ്ഞില്ല പാർട്ടിയുടെ ഒരു കേന്ദ്ര കമ്മിറ്റി മെമ്പറെ ഉറപ്പുള്ള ഒരു സീറ്റിൽ മത്സരിക്കേണ്ടേ. UDF ഒരിക്കലുമല്ല. അപ്പോൾ UDFിൻ്റെ സിറ്റിംഗ് സീറ്റിൽ UDFിൻ്റെ മന്ത്രി മത്സരിക്കുന്ന സീറ്റിലാണ് ഞാൻ മത്സരിക്കുന്നത്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ ചില നിലപാടുകളുണ്ട്. ഇപ്പോൾ ഇതൊരു ടീം വർക്കാണ്, അല്ലെങ്കിൽ പാർട്ടി ഒരു കൂട്ടായ്മയാണെന്ന് പറയുന്നത്. LDF ഭരണ തുടർച്ച നേരിടുന്നു, LDF സർക്കാരാണ് ഇപ്പം വീണ്ടും അതിലുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ മത്സരിക്കുന്നു. പക്ഷേ കേരളത്തിലുടനീളം വെച്ചിട്ടുള്ള എല്ലാ ഹോർഡിങ്സുകളിലും മുഖ്യമന്ത്രിയുടെ ചിത്രം മാത്രമേ ഉള്ളൂ. എന്താ കാരണം? മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് മറ്റാളുകൾക്ക് താരതമ്യപ്പെടുത്താൻ കഴിയാത്തത്ര ഒരു സ്വീകാര്യതയിലേക്ക് ഉയർന്നിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാർ ഉയർന്നു വരും. ഒരു സവിശേഷമായ ബഹുജന പ്രതികരണത്തെ കൂടി മുൻനിർത്തിയിട്ടാണ്. മുമ്പ് അങ്ങനെ പലരും വന്നിട്ടുണ്ട്. സഖാവ് നയനാർ അങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട്, സഖാവ് VS അച്യുതാനന്ദൻ അങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു ഐക്കണായി, ഒരു പ്രതീകമായി ഉയർന്നു വരുന്നു. ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിൽ ബാക്കി എല്ലാവർക്കും സ്വീകാര്യനായ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക പാർട്ടികൾക്കെല്ലാം സ്വീകാര്യനായ ഒരു വ്യക്തിയായി ഉയർന്നിരിക്കുന്നു എന്ന ഒരു വസ്തുത അത് ഈ പ്രചരണത്തിൽ വരുന്നു. അത്രമാത്രമേ. ഭരണ തുടർച്ച വരികയാണെങ്കിൽ പിണറായി വിജയൻ തന്നെ ആയിരിക്കുമോ വീണ്ടും മന്ത്രിസഭയെ നയിക്കുക? അതിനെ സംബന്ധിച്ച് സഖാവ് പിണറായിയോട് ചോദിച്ചപ്പം സഖാവ് പറഞ്ഞ മറുപടി സംഘടനാപരമായും രാഷ്ട്രീയമായും ഏറ്റവും ശരിയായ മറുപടിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമ്പോൾ അത് കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ സംഘടനാ സംവിധാനം ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്, മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. അതുതന്നെയാണ് എനിക്കും അതിനെക്കുറിച്ച് പറയാം. പാർട്ടിയിലെ മറ്റൊരു PB അംഗം കൂടിയായ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്ററാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി. പക്ഷേ ആൾക്കാർക്കിടയിൽ ഇപ്പം അദ്ദേഹം അത്ര ഒരു സജീവമല്ല, അദ്ദേഹത്തിന് പകരം M സ്വരാജിനെ കൊണ്ട് പത്രസമ്മേളനം നടത്തിക്കുന്നു എന്നൊക്കെയുള്ളൊരു പ്രചരണമുണ്ട്. അതിലെന്തെങ്കിലും കഥയുണ്ടോ? സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ പിടിപ്പത് പണി ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിക്കുന്നതിനാവശ്യമായ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി സമയത്തിന് ഉറങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് സഖാവ് പത്രമാധ്യമങ്ങളെ കാണുന്നുണ്ട്. പക്ഷേ സഖാവ് M സ്വരാജിനെ പോലെ ഒട്ടേറെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പല ജില്ലകളിലും പത്രസമ്മേളനങ്ങൾ നടത്തുന്നുണ്ട്. സഖാവ് M സ്വരാജ് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കാനും LDFിനെതിരായിട്ട് നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്ക് ചുട്ട മറുപടി കൊടുക്കാനും പ്രത്യേകം സമയം നീക്കിവെക്കണം എന്ന സഖാവിനോട് അനുസരിച്ചിട്ടാണ് സഖാവ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്. സഖാവ് MV ഗോവിന്ദൻ കൂടുതൽ പ്രധാനപ്പെട്ട ഒട്ടേറെ സംഘടനാപരവും രാഷ്ട്രീയവുമായ ചുമതലകൾ നിർവഹിച്ച് സംസ്ഥാനത്ത് മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. രാഷ്ട്രീയത്തിൽ ഇപ്പം വ്യക്തിഹത്യ വളരെയധികം വർദ്ധിക്കുന്നു. ആൾക്കാരെക്കുറിച്ച് അതിശയം. ഇപ്പോൾ കായംകുളം MLA പ്രതിഭയെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി ചെറ്റത്തരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് വലിയ വിമർശന വിധേയമായി. അങ്ങനെ കോമാളി എന്ന് വിളിക്കുന്നു. ഈ രാഷ്ട്രീയത്തിൽ അതോടൊപ്പം തന്നെ ഇന്നലെ വരെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി നിന്ന ആൾക്കാർ ചേരിമാറി മറ്റൊരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അതിവേഗത്തിൽ പോകുന്നു. രാഷ്ട്രീയത്തിൻ്റെ ധാർമ്മികത താഴേക്കാണോ രാഷ്ട്രീയത്തിൽ? അല്ല, ഈ സമൂഹത്തിൽ പൊതുവിൽ ചില നിലവാര തകർച്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളത് പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്.
കേരളീയ സമൂഹത്തിലും ഇന്ത്യൻ സമൂഹത്തിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അസ്വസ്ഥപ്പെടുത്തുന്ന വെല്ലുവിളി ഭീഷണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീവ്ര വലതുപക്ഷവൽക്കരണമാണ്. ലോകത്ത് തന്നെയുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് താനാണ് ലോകം ഭരിക്കുന്നു എന്നുള്ള മട്ടിൽ പറയുന്നു. ഇറാനെതിരായിട്ടുള്ള യുദ്ധം ഇപ്പോൾ പ്രഖ്യാപിച്ചത് അതൊക്കെ നമുക്കറിയാം. നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിലും ഇത് ഇന്ത്യയിൽ കാണാൻ കഴിയും. ഇതിപ്പം ലേബർ കോഡാണെങ്കിലും മഹാത്മാഗാന്ധിയുടെ പേരിൽ നിലവിലുണ്ടായിരുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിപ്പോൾ അട്ടിമറിക്കുകയാണ്. അപ്പം ഈ ലോകത്തും രാജ്യത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീർണത ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ വരുന്നവർ വളരെ നിരുത്തരവാദപരമായി പെരുമാറുന്നു എന്നുള്ളതാണ്. അതിനോട് ചേർത്ത് വെച്ച് വേണം ഈ ഭാഷാപ്രയോഗങ്ങളെ കാണാൻ. ഭാഷാപ്രയോഗത്തിൽ പാലിക്കേണ്ട കരുതലുകൾ വരുത്താതിരിക്കുന്നതിനെ കാണാൻ. അതേസമയത്ത് നിങ്ങൾക്ക് ഒരു കുന്താലിയെ കുന്താലി എന്ന് തന്നെ വിളിക്കണം. CPIM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അതിലെ ചുമതലകൾ വഹിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. ആ ശൈലിക്കനുസരിച്ച് ഓരോ സന്ദർഭത്തിലും പ്രതികരിച്ച് എന്ന് വരും. അത് ആ നിലയിലാണ് കാണേണ്ടത് എന്നാണ് എനിക്ക് പറയാം. ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ 5 സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബംഗാളിൽ പാർട്ടി വീണ്ടും ഈ നിയമസഭയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വരുമോ? ബംഗാളിൽ ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി അവിടുത്തെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി താരതമ്യേന യുവാക്കളടങ്ങുന്ന ഒരു നേതൃത്വം, യുവജന സംഘടനയിൽ എൻ്റെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന മുഹമ്മദ് സലീമാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി. അവിടുത്തെ സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. സംസ്ഥാന സമ്മേളനം തന്നെ വലിയൊരു ചർച്ച നടത്തിയത് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും ബഹുജന സ്വാധീനത്തിൽ അവിടെ സംഭവിച്ച ആ ചോർച്ച സംഭവിച്ചു എന്നുള്ളത് അംഗീകരിക്കാതെ നിവൃത്തിയില്ല എന്നുള്ളത് കൊണ്ടല്ല, യാഥാർത്ഥ്യബോധം കൊണ്ട് അതെങ്ങനെ തടയാൻ കഴിയും, എങ്ങനെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിയും, അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറേ പ്രവർത്തന പരിപാടികളും ചില പ്രക്ഷോഭ പരിപാടികളോടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ബംഗ്ലാ ബചാവോ ആന്തോളൻ എന്ന് പറഞ്ഞിട്ട് നൂറുകണക്കിന് കിലോമീറ്ററുകൾ ജനപദങ്ങളിലൂടെ നടന്ന് പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് പറയാനുള്ളത് പറയുകയും ചെയ്യുന്ന ഒരു പരിപാടി. പിന്നെ യുവാക്കളുടെ വലിയ റാലി, ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മൈതാനങ്ങളിലൊന്നാണ്. അത് നിറഞ്ഞു കവിയുന്ന യുവജനങ്ങളുടെ റാലി. പിന്നെ ചാളകൾ, പിന്നെ ഈ വളരെ അടിമസമാനമായ ജീവിതം നയിക്കുന്ന ജനങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതിദരിദ്രരുണ്ട് ബംഗാളിൽ. അവരെല്ലാം സംഘടിപ്പിച്ചിട്ട് അവരുടെ റാലികൾ, മഹിളകളുടെ റാലി, തൊഴിലാളികളുടെ റാലി. അപ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ ചലനം ഉണ്ടാകുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല. തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ മുന്നണി വലിയ തോതിൽ മുന്നേറും എന്നുള്ളതിനകത്തൊരു സംശയമില്ല. അത് എത്രമാത്രം നിയമസഭാ അംഗത്വത്തിൽ പ്രതിഫലിക്കുമെന്ന് പറഞ്ഞുകൂടാ. പിന്നെ ഒന്നുകൂടിയുണ്ട്, അവിടെ ശിഥിലമായി കിടന്നിരുന്ന ഇടതുപക്ഷ ഗ്രൂപ്പുകളുണ്ട്. ഉദാഹരണത്തിന് ദിബാങ്കർ ഭട്ടാചാര്യ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള CPI-ML ലിബറേഷൻ, ബീഹാറിൽ അവർക്ക് കുറച്ച് സ്വാധീനമുണ്ട്. അവരിപ്പോൾ ബംഗാളിൽ ആദ്യമായി വലിയൊരു ഇടവേളയ്ക്ക് ശേഷം, അവർ പ്രത്യേകം പാർട്ടി ആയതിനു ശേഷം ആദ്യമായി ലെഫ്റ്റ് ഫ്രണ്ടിൻ്റെ ഭാഗമായി 8 സീറ്റുകളിൽ CPI-ML ലിബറേഷൻ മത്സരിക്കുന്നു. വേറെയും ചെറു ഇടതുപക്ഷ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇടതുപക്ഷങ്ങൾക്കിടയിലെ ഒരു ഏകീകരണത്തിനുള്ള ശ്രമം നല്ല രൂപത്തിൽ അവിടെ സംഭവിക്കുന്നു. അതെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലും വ്യത്യസ്ത തോതിൽ പ്രതിഫലിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രകടമായിട്ട് ഒരു നല്ല മാതൃക എന്ന് പറയാവുന്നതാണ്. താങ്കൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം താങ്കളുടെ സഹധർമ്മിണി ബെറ്റി കൂടെയുണ്ട്. അതൊരു പൊതുവേ രാഷ്ട്രീയ രംഗത്തൊരു നല്ല മാതൃകയാണ്. എപ്പോഴും സഹധർമ്മിണി ഒപ്പം വരുന്നു. വലിയൊരു എന്താണ് ബെറ്റി സഖാവിൻ്റെ ഒരു സ്വാധീനം താങ്കളിലുള്ളത്? ബെറ്റിയുടെ സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറേ കൂടെ ചിട്ടയും ക്രമവുമുള്ള ജീവിതം നയിക്കാൻ വേണ്ടി സഹായിക്കുന്നു. എൻ്റെ പെരുമാറ്റത്തിൽ ഞാൻ കാണിക്കേണ്ട കരുതലുകൾ ചിലപ്പോൾ ചിലത് വായിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ആളിൽ പുറത്ത് പിന്നെ ഈ കൊടിവെച്ച കാറിലാണല്ലോ നോക്കുമ്പോൾ അവിടെ ആൾ നിൽക്കുന്നു, അവരെ നോക്കൂ എന്ന് പറയുക. അങ്ങനെ ചെറുതും വലുതുമായ ജീവിതത്തിൽ ചിട്ടയും ക്രമവും കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഭാര്യയും ഭർത്താവും പരസ്പരം സഹായിക്കേണ്ടതാണ്. ഞങ്ങൾ പ്രസ്ഥാനത്തിൽ വെച്ച് കണ്ടുമുട്ടിയതാണ്. അപ്പോൾ രാഷ്ട്രീയവും സംഘടനാപരവുമായി ഒരേ നിലയിൽ ജീവിക്കുന്നവരാണ്. അപ്പം എൻ്റെ ജീവിത പങ്കാളി ആകേണ്ടി വന്നതുകൊണ്ടാണ് രാഷ്ട്രീയവും സംഘടനാപരവുമായ ഉത്തരവാദിത്തങ്ങൾ പലതും ബെറ്റിക്ക് അർഹതപ്പെട്ടത് വേണ്ടെന്ന് വെക്കേണ്ടി വന്നത്. അപ്പം ആ കുറവ് എൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ബെറ്റി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ആശംസകളും. വളരെ സന്തോഷം.